പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച, നോമ്പുകാലത്തിലെ 14-ാം ദിനം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു ദിവസം തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 16-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? സ്നാപയോഹന്നാനെക്കുറിച്ച് പിശാചു ബാധിതനെന്നും യേശുവിനെക്കുറിച്ച് ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും എന്നും വിധിയെഴുതിയ ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ് വചനം. ആത്മശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും പറഞ്ഞു പരത്താനും വളരെ എളുപ്പമാണ്. എന്നാൽ ഓരോ ദിവസവും ആത്മശോധനയിലൂടെ സ്വന്തം കുറവുകൾ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം അവ പരിഹരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഇതാണ് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും ഓരോരോ തലത്തിൽ കുറവുകളുള്ളവരായിരിക്കും. ഒരുപക്ഷെ ആ കുറവുകൾ പൂർണ്ണമായി മാറ്റാനും നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ മാറ്റാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈശോയെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കാതെ സ്വയം തിരുത്തി മുന്നേറാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.